അത് നൂർമന്നൊക്കെ പുറത്തം മുടുന്ന തോന്നുന്നത്. ഉണ്ണിമൂർത്തം വേറെ ലെവലായി മാറിക്കണം. വന്നിട്ടില്ല. പിന്നെ ഇനി ടൈം എടുക്കല്ലേ, നീ എന്തിനാ ഇഡിനെ ഡിഗ്രേഡ് ചെയ്യണത്? ഡിഗ്രേഡ് ചെയ്യുന്നല്ലേ ഡിഗ്രേഡ്. പിന്നെ എന്താണ് പുതിയ വിശേഷം? എന്താണ് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. എന്താണ് ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. എന്താണ് പുതിയ ഫിലിം എന്തെങ്കിലും കണ്ട? ഫിലിം ഇപ്പൊ ലാസ്റ്റ് കണ്ടത് മാർക്കോ. മാർക്കോ എങ്ങനെയുണ്ട്? മാർക്കോ വേറെ ലെവലാണ്, ഒന്നും പറയാനൊന്നുമില്ല. ഒന്നായിട്ട് പിന്നെ കൊല്ലലും ഇതാക്കുന്നത്, വെട്ടും കൊലി. ചെറിയ കുട്ടികളൊന്നും പോയി കാണാൻ പറ്റൂല, വലിയവനെ വേണം. സ്ത്രീകൾക്കൊന്നും മനക്കരുത്തുണ്ടാവില്ല. മനക്കരുത്ത് നല്ലോണം വേണതിന്. അല്ലാത്തവര് പോയിട്ട് കാര്യമില്ല. 35 കോടി നേടിയിട്ടുണ്ട്. 100 കോടി അടിക്കൂല. നായികാരോ നായിക അത് നൂർമന്നൊക്കെ പുറത്തം മുടുന്ന തോന്നുന്നത്. ഉണ്ണിമൂർത്തം വേറെ ലെവലായി മാറിക്കണം. മറ്റേ നമ്മളെ ആറാട്ടെണ്ണം പറഞ്ഞ മാതിരി ആറാടിയാണ്ട് അതിന്റെ അപ്പുറത്തേക്കണം. സൂപ്പർ സ്റ്റാർ ആയി മാർക്കോയില് കൂടെ. ഉഷാറായിക്കണത് പടം, അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതിന്റെ മുന്നത്തെ പടം കണ്ടിട്ടുണ്ടോ? മികായൽ കണ്ടിട്ടുണ്ടായിരുന്ന? മികായലിന്റെ സ്പിൻ ഓഫ് ആണ് മാർക്കോ. അത് കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് ആക്ടിങ് കാര്യങ്ങളൊക്കെ? ഉണ്ണിമുന്തനും സിദ്ദീഖൊക്കെ തകർത്തെന്നാ പറഞ്ഞു. സിദ്ദീഖ് അതേപോലെ ജഗദീഷ് എല്ലാരും പൊളിച്ചടുക്കിയൊരു പടമാണ്. പക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ അറങ്ങാത്ത ഒരു ഐറ്റമാണ് പറഞ്ഞത്. അറങ്ങാത്ത മനസ്സിലായില്ല? ഇത്രയും കാലം അറങ്ങാത്തൊരു സിനിമ. അതെ, നമ്മള് കാണുന്നത് പോലെ തെലുങ്കിലോ ഇതിലൊക്കെ ഇങ്ങനത്തെ വെട്ടും കൊലയും കാണുന്നത്, അതേപോലത്തെ ഒരു സിനിമ. ഇനി ഇതൊക്കെ മുകളിൽ ചെയ്യാൻ ഭയങ്കര പണിയാണല്ലോ. ഇനി ഇതിന്റെ മേലൊക്കൊന്നും ഇനി ഇറങ്ങാല്ല. ഇതന്നെ മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റുമോ? അത് കണ്ണും മൂടിയാണ്ട് ഇരിക്കേണ്ടി വരും. ഞാൻ കണ്ണുമൂടൊന്നും എന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ ശരിക്കും തന്നെ ഇരുന്ന് കണ്ടിക്കിടിയാവും. ഒറ്റക്ക് പോയാണ്ട് കണ്ട് ഫസ്റ്റത്തെ ഷോക്ക് തന്നെ നമ്മള് പോയി. വേറെ ലെവല് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. ആരെങ്കിലും കൂടെ പോണില്ല ഇപ്പൊ? ഒമർക്ക് ആരെ കൂടെ വന്നത്? നമ്മള് ഉമർക്കുണ്ട്, ഉമർഖാന്റെ കൂടെയാണ് വന്നത്. ഒമർക്ക ചങ്കാണോ? ചങ്ക് എന്ന് പറഞ്ഞ പോലെ അതിന്റെ അപ്പുറം. ഞാനോ? ഈ സിനിമ പരിപാടിയൊന്നും ഞമ്മക്കില്ല. നമുക്ക് സിനിമ നടന്മാരെ കാണുക, ഓലപ്പം 4 വീഡിയോ എടുക്കുക, എന്നിട്ട് വല്ല കച്ചറ എന്തെങ്കിലും ഇതാക്കുക, അതൊക്കെ തന്നെ നമ്മളെ പരിപാടി. മാർക്കോന്റെ കോസ്റ്റ്യൂം ഇട്ടിരുന്നു അതിനെ കുറിച്ചൊന്നും പറയല്ലേ. മാർക്കോടെ കോസ്റ്റ്യൂം ഇപ്പൊ എല്ലാരും ഇടുന്നുണ്ട്, സകല അവതാരങ്ങളും ഇടുന്നുണ്ട്. അത് ഇട്ടിട്ട് എങ്ങനെയായിരുന്നു കമന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇഞ്ച വീഡിയോക്ക് പൊതുവേ നല്ല കമന്റ്സ് ഉണ്ടായത്. കാരണം ബാഡ് കമന്റ്സ് ഇഞ്ച വീഡിയോക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. കാരണം ഒരൊറ്റ തെറി പോലും വന്നിട്ടില്ല. ഒമർക്ക എങ്ങനെയുണ്ട്? മാർക്കോ കണ്ടിട്ടുള്ള പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കോ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരണം കണ്ടു. പക്ഷേ എല്ലാം മറന്നുപോയി. റൈഫിൽ ക്ലബും കണ്ടു. മാർക്കോ എങ്ങനെയുണ്ട്? മാർക്കോയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മാർക്കോ വയലൻസ് അല്ലേ? വയലൻസ് ഒന്നും കുട്ടികൾ പൊന്നാര ചങ്ങായി അതൊക്കെ കാണുന്ന പിന്നെ കണ്ട് കഴിഞ്ഞാൽ കുട്ടികളായിട്ടൊന്നും പോകണ്ട. പള്ളിയിലുള്ള പെണ്ണുങ്ങളായിട്ട് വരെ പോകാൻ പറ്റും. പള്ളിയിലെ പെണ്ണുങ്ങളായിട്ട് പോകാൻ അതെ. മാർക്ക് ഭയങ്കര വയലൻസ് ആണ്. ചെറിയ പെൺകുട്ടികൾക്കൊന്നും മനക്കരുത്തില്ലാത്ത ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. അല്ല അങ്ങനെയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഇവിടെ സെൻസർ ബോർഡ് ഉള്ളത് എന്തിനാ? ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് കണ്ടിട്ട് പൊളി പടം വിളിച്ചു. ഈ പടങ്ങളെല്ലാം കാണുന്നത് നീ ഒരു പടം പോലും കാണാറില്ല. ഞാനോ? പറയാത്ത ഏത് പടം കാണാത്ത? ഉണ്ടോ? പിന്നെ ഇടിയിൽ ആരാ അഭിനയിക്കണേ? ഈടി വീട്ടിൽ വന്ന കാര്യമില്ല ചോദിച്ചത്. ഈടി കണ്ടിട്ടില്ല. ഈടി സുരാജിന്റെ അല്ലേ? അത് ആ വീസൊക്കെ പഠിച്ചാണ്ട് ആ കോലത്തിനല്ല. ഞാൻ മറ്റേതാണ് പണിയാന്ന് പറഞ്ഞത്. ഞാൻ പണിന്നുള്ള ചിന്തയുള്ള കുഞ്ഞുന് ഒരു കാര്യം കൂടി, അതായത് ഭയങ്കര ഹൈപ്പിൽ വരുന്ന പടങ്ങൾ വരുമ്പോൾ, അതേപോലെ തന്നെ ചെറിയ പടങ്ങൾ അതിന്റെ കൂടെ വരുമ്പോൾ അത് മുങ്ങിപ്പോകുന്നുണ്ട്. അതിൽ ആൾക്കാർക്ക് ശ്രദ്ധ എത്തുന്നില്ല. ഇപ്പോൾ ഇഡിക്ക് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഡി എല്ലാവരും പ്രൊഫഷണൽ എല്ലാ റിവ്യൂസും നല്ലത് പറഞ്ഞിട്ടും ഇഡിക്ക് ആൾക്കാർ കയറുന്നില്ല. തിയേറ്ററിൽ നിന്ന് വരുന്ന ആളുകൾ നല്ല പ്രതികരണം അറിയിച്ചിട്ടു. അതിനെങ്ങനെയാണ് പറയുന്നത്? അല്ല, ഇനി ടൈം എടുക്കല്ലേ, നീ എന്തിനാ ഇഡിനെ ഡിഗ്രേഡ് ചെയ്യണത്? ഡിഗ്രേഡ് ചെയ്യുന്ന
അങ്ങനെയല്ല പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയട്ടെ, ആദ്യത്തെ ദിവസം മാർക്ക് കണ്ടു, രണ്ടാമത്തെ ദിവസം റൈഫിൾ ക്ലബ്ബ് കണ്ടുണ്ടോ, ഇനി അടുത്തത് ഇടിക്ക് ദിവസം. ഇടി നല്ല അഭിപ്രായം വേണ്ടിട്ട് തിയേറ്ററിൽ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. സിനിമ നല്ലതാണെങ്കിൽ ഇനിയിപ്പോ OTT ഇറങ്ങുമല്ലോ. അപ്പൊ നമ്മളത് നോക്കണ്ട. ഇപ്പൊ കൽബിന് OTT നല്ല റിപ്പോർട്ടില്ലേ, ഇപ്പൊ സഹിച്ചേട്ടന്റെ മറ്റേ ഭരതനാട്യം. അപ്പൊ സിനിമ നല്ലതാണെങ്കിൽ എങ്ങനെ വന്നാലും ആളുകളിലേക്ക് എത്തും. പിന്നെ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് നമ്മുടെ ഒരു ടൈം ലെക് ഫാക്ടർ അല്ല, അതുകൊണ്ടെന്ന് വിശ്വസിക്കണം. അപ്പൊ എന്തായാലും ഇടിക്ക് ഇനിയും ടൈം ഉണ്ട്, ഇനിയും കയറും, തിയേറ്ററിൽ തന്നെ കയറും, ടൈം ഉണ്ടല്ലോ. വേറൊരു സംഭവം കേട്ടത്, ഈ 3 പടങ്ങളുടെ കൂടെ വിടുതല പിടിച്ചു നിൽക്കണില്ല എന്നുള്ളൊരു സെറ്റപ്പ് പറയണ്ടായിരുന്നു പൊതുവെ സോഷ്യൽ മീഡിയയിൽ. വിടുതല ഞാൻ കണ്ടിട്ടില്ല. തമിഴ് പടം ഞാൻ മാർക്കോ റൈഫിൾ ക്ലബ്ബ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ മലയാള പടം അത്രയ്ക്ക് ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തമിഴ് പടങ്ങൾ ഈ ടൈം അല്ല, അങ്ങനെ നമ്മൾ സിനിമ ഇപ്പൊ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം വലിയ സ്കെയിലിൽ ചെയ്യുന്ന പടങ്ങളാണ് ആളുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാല് ടിക്കറ്റ് റേറ്റ് വ്യത്യാസം വരണം. നമ്മൾ 3 കോടിയുടെ സിനിമയ്ക്കും 100 കോടിയുടെ സിനിമയ്ക്കും ഒറ്റ ടിക്കറ്റല്ലേ എടുക്കണത്. അപ്പൊ ആളുകൾ കൂടുതൽ ഏതാ പ്രിഫർ ചെയ്യുക? അല്ല ഫസ്റ്റ് നമ്മൾ 100 കോടിയുടെ അല്ലേ പ്രിഫർ ചെയ്യുക. വലുത് കാണാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലത് നമ്മൾ ചെറിയ പൈസക്ക് അതിൽ നല്ല ക്വാളിറ്റി പടങ്ങൾ വരും. അപ്പൊ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡയറക്ഷൻ ഇനി ഉണ്ടാവും. 2-3 പ്രോജക്റ്റ് ഉണ്ട് പ്ലാനിങ്. സ്വന്തം സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നോ? സ്വന്തം എഴുത്തും പരിപാടി അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു പൊളി പൊളിക്കണ്ടേ? പൊളി ഇതിന് ബാഡ് വൈസിനാട്ടി വൻ പൊളിയാണ് വിളിക്കാൻ പോണത്. ലാലേട്ടന്റെ ഫസ്റ്റ് പടമല്ലേ ഡയറക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണണം. പിള്ളേര് മക്കളുണ്ട് 3 പേര്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് ഇവർക്കും കൂടിയിട്ട് പിള്ളേരും കൂടിയിട്ട് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും പോയിട്ട് കാണാം. ബാഡ് ബോയ്സ് OTT അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങും. ഏത് പ്ലാറ്റ്ഫോമാണ്? ഇല്ല, അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഹാപ്പി വെഡിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഹാപ്പി വെഡിങ്ങിന്റെ ഉണ്ടാവും, ചങ്സിന്റെ ഉണ്ടാവും. രണ്ടുപേരുണ്ട്, രണ്ടും വരുന്നുണ്ട്. 2025ആണോ 26ആണോ? 2025 ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. രണ്ടല്ല, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ. അഭിമന്യുവിനെ പറ്റി തിലകൻ ചെയ്യേണ്ട കൊച്ചുമായി ഓക്കെ. അല്ല, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ ഡയറക്ഷൻ പറഞ്ഞ ഏത് താരത്തെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ് ലീഡായിട്ട് വരുന്നത്? ഇപ്പൊ ഒരു ഡയറക്ഷൻ ഒരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു, അത് ഇനി ഇല്ല, അത് സ്ക്രിപ്റ്റ് പരിപാടി ആയിട്ടുള്ളൂ. സ്ക്രിപ്റ്റ് ആയിട്ടില്ല. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കും ഒരു ഹിറ്റ് പടം എനിക്ക് കിട്ടും. ഓക്കെ, എല്ലാവരും മാത്രം. വയലൻസ് ഉള്ള പടം ചെയ്യണം. എല്ലാ തരം പടവും ചെയ്യണം. ടൈം ആവും, നടക്കുന്നില്ല. ഓക്കെ. അടുത്തത് ഹൈദർ നായകനായി കണ്ടൊരു പുതിയ പടം വരുന്നുണ്ട്. ഹൈദർ നായകനായിട്ടല്ലേ? അത് സിനിമയാണ്. പടത്തിന്റെ പേര് മൃഗയാട്ടു. പേര് പറട്ടെ ഹൈദറെ. നടത്തുന്നുണ്ട്. അതില് പിന്നെ ഹൈദറിനെ സഹായിക്കാൻ നായിക ആരാപ്പോ? നായിക നായകൻ ഹൈദറിനെ സഹായിച്ചാൽ ഞാൻ ഇങ്ങനെ ബേക്കറി ഉണ്ടാവും അല്ലേ? ഓക്കെ.